ഇന്ന് പാലക്കാട് നല്ല മഴയാണ്. മേഘമൊക്കെ അങ്ങനെ തെളിഞ്ഞ് തന്നെ, കാർമേഘം ഒന്നുമില്ല, വളരെ പ്രസന്നമായിട്ട് നിൽക്കുന്നു. പക്ഷേ മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് പെയ്യാൻ തുടങ്ങിയത് നന്നായിട്ട് തന്നെ പെയ്യുന്നുണ്ട്. പെയ്യട്ടോ. അയ്യോ, പാലക്കാട് മഴ കിട്ടാതെ ഞങ്ങൾ വിഷമിച്ചതല്ലേ. ഇപ്പം 2 ദിവസമായിട്ട്, ഇന്നലെ പെയ്തില്ല, മിനിഞ്ഞാന്ന് പെയ്തു. അപ്പം ഞങ്ങൾക്ക് ഇന്നോട് കൂടിയിട്ട് 3 ദിവസം മഴ കിട്ടി. ദൈവത്തിന് നന്ദി, പ്രപഞ്ച കർത്താവിന് നന്ദി, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ മഹാത്ഭുതത്തിന് നന്ദി. അപ്പോൾ ഇന്ന് നല്ല ഒരു നനുത്ത പ്രഭാതമാണ്. കനപന പെയ്യാൻ തുടങ്ങി, ഇപ്പം നന്നായിട്ട് പെയ്യുന്നു. ഇന്ന് കേരളത്തിൽ എവിടെയൊക്കെ മഴ പെയ്തോ എന്തോ. ഇനിയിപ്പോൾ അങ്ങോട്ട് മഴ തുടങ്ങുമല്ല, മഴ ശക്തമാകും. ഇടവമാസമായാൽ പിന്നെ, ഇടവപ്പാതി കഴിഞ്ഞാൽ പിന്നെ കുട കൂടാതെ കുട ചൂടാതെ നടക്കരുത് ആരുമെന്നല്ലേ. ഇതൊക്കെ പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ കാലസ്ഥിതിയിൽ മനുഷ്യൻ പ്രപഞ്ചത്തെ വെല്ലുവിളിച്ചുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ താളം തെറ്റിയിരിക്കുകയാണ്. പ്രപഞ്ച താളം തെറ്റിയിരിക്കുകയാണ്. എങ്കിലും ഈശ്വരൻ നമ്മെ ചില പരീക്ഷണങ്ങൾ തന്നാലും അത് നമ്മുടെ മനുഷ്യരാശിയുടെ അഹങ്കാരത്തിന് ചില പ്രതിപ്രവർത്തനങ്ങളൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തലുകൾ നടക്കുന്നുണ്ട്. അതാണല്ലോ പ്രളയവും മഹാമാരിയൊക്കെ. എന്നാലും മനുഷ്യൻ പഠിക്കുന്നുമില്ല. എങ്കിലും അതിശക്തമായ വേനലിൻ്റെ ഇടയിലും കുളിർമ പരത്തിക്കൊണ്ട് മഴ പെയ്യാറുണ്ട്. 1-2 ശക്തമായ മഴ വേനൽക്കാലത്ത് പെയ്യാറുണ്ട്, വേനൽ മഴ. അതൊക്കെ പ്രപഞ്ചത്തിൻ്റെ വികൃതികളും കൃതികളുമാണ്. ഈ പ്രപഞ്ചം എത്ര സുന്ദരമാണല്ലേ. പ്രത്യേകിച്ച് കേരളം പോലെ പ്രകൃതി രമണീയമായ, സസ്യശ്യാമള കോമളമായ ഒരു പ്രദേശം വേറെ എവിടെയുണ്ട്? കുറച്ച് സ്ഥലങ്ങളിലൊക്കെ, വിദേശങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇത്രയും മനോഹാരിത ഞാൻ എങ്ങും കണ്ടിട്ടില്ല. മാവും പ്ലാവും പുളിയും തെങ്ങും കവുങ്ങും നിറഞ്ഞ് മനോഹരിയായി നിൽക്കുന്ന പ്രകൃതി. ചിങ്ങമാസമൊക്കെ ആകുമ്പോൾ അങ്ങനെ സസ്യലതാദികളൊക്കെ പൂത്ത് പൂ ചൂടി പ്രകൃതി നിൽക്കുന്ന പോലെ മനോഹരിയായി നിൽക്കും. തളിർത്തും പൂത്തും നിന്നുലയുന്ന ചെടികളും ലതകളും മരങ്ങളും കൊണ്ട് കേരളാന്തരീക്ഷം ഓണക്കാലമാകുമ്പോഴത്തേക്ക് ശബളാഭമാകുമല്ലോ അല്ലേ. അപ്പോൾ ആ പ്രകൃതിയെ, ആ പ്രപഞ്ചത്തെ നശിപ്പിക്കാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണല്ലേ. ഈ പ്രപഞ്ചം ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ, ഈ ഭൂമി ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ, ഈ മണ്ണുണ്ടെങ്കിലേ നമ്മളുള്ളൂ. പ്രകൃതിയും സസ്യലതാദികളും വൃക്ഷങ്ങളും പരസ്പര സ്നേഹവും എല്ലാം ഉണ്ടെങ്കിൽ, എല്ലാം കൂടി ചേരുന്നതാണല്ലോ ജീവിതം. സഹകരണവും സഹവർത്തിത്വവും സഹായ മനസ്ഥിതി ഒക്കെ ഉണ്ടാകണമല്ലേ. നമ്മളൊരു ചെറിയ വിട്ടുവീഴ്ച ചെയ്താൽ എത്ര വലിയ ആപത്ത് നമുക്ക് ഒഴിവാക്കാം. പരസ്പരം സ്പർദ്ധയും മത്സരവും കിടമത്സരങ്ങളും ഒക്കെ അല്ലേ നടക്കുന്നത്. എന്തിനാണ്?
ഒരു ശ്വാസം നിലച്ചാൽ കഴിഞ്ഞു അല്ലേ. അപ്പോൾ ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്താൽ വലിയൊരു ദുരന്തം നമ്മൾക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി ജീവിക്കാനുള്ള മാനസികാവസ്ഥ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ദിവസമാകട്ടെ. എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും സമാധാനവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരു സുപ്രഭാതം നേരുന്നു. നിങ്ങളുടെ സരസ്വതി ടീച്ചർ, സരസ്വതി സരയു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. താങ്ക് യു സോ മച്ച്.